എല്ലാവരും ഒന്ന് ചാറ്റ് ബോക്സിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തേ മാജിക് മോർണിംഗ് എന്നുള്ളത്. എല്ലാവരും പെട്ടെന്നായിക്കോട്ടെ. ഓക്കെ നിജില, താങ്ക് യു. മണി സർ, താങ്ക് യു. സന്ധ്യ, ശ്രീജിത്ത്, ഓക്കെ താങ്ക് യു. പ്രീത മാം, താങ്ക് യു. അജ്ബാർ, താങ്ക് യു. ഓക്കെ വിൻസെന്റ് സർ, ഇന മാം, ജിജീഷ്, റാണി, സുബ്രഹ്മണ്യൻ, ഓക്കെ ഓക്കെ. താങ്ക് യു ആൾ, താങ്ക് യു സോ മച്ച്. എല്ലാവരും ഇവിടെ ഉണ്ട്. സോ പറ്റുന്നവരൊക്കെ ഒന്ന് വീഡിയോ ഓൺ ചെയ്തിരിക്കുക. ഓക്കെ, അപ്പം നമ്മുടെ ലബീബ മാം ജോയിൻ ചെയ്തിട്ടില്ലേ? ഓക്കെ, നോക്കാം. യെസ്, നവംബർ ഒക്കെ ആയപ്പോ എങ്ങനെയുണ്ട് ക്ലൈമറ്റ് ഒക്കെ? തണുപ്പൊക്കെ ആയോ എല്ലായിടത്തും? എന്താ ആരും ഒന്നും പറയാത്തെ? യെസ്, കുറച്ചൊക്കെ തണുപ്പായി വരുന്നു. ഒരു വൃശ്ചിക മാസത്തിന്റെ ആ ഒരു ഫീലൊക്കെ ഇങ്ങനെ വന്ന് തുടങ്ങണം. ഓക്കെ, നല്ല തണുപ്പായി. ആന്ധ്രയിലൊക്കെ നല്ല തണുപ്പായി. അതെ, ആളുകളൊക്കെ കുറഞ്ഞത് അതുകൊണ്ടായിരിക്കാം അല്ലെ? ഇന്ന് 16 മെമ്പേഴ്സ് ആണ് ഉള്ളത്. എന്താ പറ്റിയതാവോ? യെസ്, നമ്മുടെ ലബീബ മാം ജോയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് സെഷനിലേക്ക് പോവാം. റെഡി അല്ലേ എല്ലാവരും? യെസ് യെസ് യെസ്, ഓക്കെ. അപ്പം നമ്മുടെ JCI സോൺ ട്രെയിനർ ആയിട്ടുള്ള ലബീബ മാം ആണ് ഇന്ന് സെഷൻ എടുക്കുന്നത്. മാമിന്റെ ഒരു ഡെസിഗ്നേഷൻ എന്ന് പറയുമ്പോൾ ലൈഫ് സ്കിൽ കോച്ചും അതുപോലെ തന്നെ മോട്ടിവേഷൻ സ്പീക്കറും കൂടിയാണ്. സോ നോ സേ ഗിൽറ്റ് എന്നുള്ള ടോപ്പിക്കാണ് മാം സെലക്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പം ഇന്നത്തെ ഈ ഒരു സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ലബീബ മാമിനെ ഇൻവൈറ്റ് ചെയ്യാണ്. ലബീബ മാം, പ്ലീസ് വെൽക്കം. Hi, good morning all. ഗുഡ് മോർണിംഗ് മാം. Hello, ഞാൻ audible ആണോ? യെസ് മാം. Okay. Okay, anyway, good morning. ഗുഡ് മോർണിംഗ്. ഇതുപോലുള്ള ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് ഇങ്ങനൊരു പ്രോഗ്രാമിന് വരാൻ പറ്റിയത് താങ്ക് യു. നിങ്ങളെ എന്നെ ഇൻവൈറ്റ് ചെയ്തതിനൊക്കെ ഒരുപാട് താങ്ക്സ്. നമുക്ക് ജസ്റ്റ് എന്നാ തുടങ്ങാം അല്ലേ? ഡിസ്ട്രാക്ഷൻസ് ഒന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഒരുപാട് സെഷൻസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ മെഡിറ്റേഷൻ ഒക്കെ കഴിഞ്ഞ് നല്ലൊരു പോസിറ്റീവ് മൈൻഡ് സെറ്റിൽ ഇരിക്കുകയായിരിക്കും എല്ലാവരും. ഇപ്പൊ നമ്മുടെ ലൈഫിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ പലപ്പോഴും നമ്മളെ പിടിച്ചു നിർത്തുന്ന കുറെ തോട്ട്സ് നമ്മുടെ ഇടയിലൂടെ കടന്നു പോകാറുണ്ട് അല്ലെ? ഞാൻ ജസ്റ്റ് നിങ്ങളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ച് സ്റ്റാർട്ട് ചെയ്യുക എന്നാണ് വിചാരിക്കുന്നത്. ഇതിൽ എത്ര പേര് നോ പറയാറുണ്ട്? ഹലോ, ഓക്കെ. ഇതിൽ എത്ര പേര് നോ പറയാറുണ്ട്? യെസ്, അജ്ബർ സാർ നോ പറയാറുണ്ട് എന്ന് പറഞ്ഞു. വേണ്ട സ്ഥലങ്ങളിലൊക്കെ നോ പറയാറുണ്ട് എന്ന് പറഞ്ഞു. ഓക്കെ, മണി സാർ നോ പറയാറുണ്ട്. അഫ്കോഴ്സ് പല ആളുകളും നോ പറയാറുണ്ടാവും. പല ആളുകളും ബട്ട് നോ പറയാനുള്ള മടി കാരണം അല്ലെങ്കിൽ ബാക്കിയുള്ള ആളുകൾ എന്ത് വിചാരിക്കും എന്നുള്ള ഒരു ധാരണ ഉള്ളിലുണ്ടാവുമ്പോ എന്ത് പറയും, ചില സാഹചര്യങ്ങളിൽ നിന്ന് അത് അക്സെപ്റ്റ് ചെയ്തിട്ട് ഓക്കെ ബാക്കി വരുന്നിടങ്ങളിൽ വെച്ച് കാണാമെന്ന് പറഞ്ഞ് അതിനോട് യൂസ്ഡ് ആവുന്നതാണ് കാണാറുള്ളത്. ഈ ഒരു കാലത്ത് യെസ് പറയുന്നതിനേക്കാൾ കൂടുതൽ എന്താണ് ഏറ്റവും ടാസ്ക് ആയിട്ടുള്ള ഒരു കാര്യമാണ് നോ പറയുന്നത് അല്ലെ? നമ്മുടെ പല ലൈഫ് സിറ്റുവേഷൻസിലും
യെസ് പറയുന്നതിനേക്കാൾ ഏറ്റവും കൂടുതൽ ടാസ്ക് ആയി വരുന്ന ഒന്നാണ് നോ പറയാ എന്നുള്ളത്. അപ്പൊ നോ പറയേണ്ട ഇടങ്ങളിൽ നമ്മൾ എന്ത് വേണം? നോ പറയാൻ ശ്രമിക്കണം അല്ലേ? ഇല്ലാത്ത പക്ഷം എന്തായിരിക്കും? നമ്മുടെ ലൈഫിന്റെ സമാധാനം ഇല്ലാതായി പോകുന്ന രീതിയിലായിരിക്കും കാര്യങ്ങൾ മുന്നോട്ട് പോവുക. അപ്പൊ ഞാൻ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാൻ നോക്കട്ടെ, ജസ്റ്റ് മിനിറ്റ്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഐ തിങ്ക് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ അല്ലേ? സെയിങ് നോ വിത്തൗട്ട് ഗിൽട്ട് എന്നുള്ളതാണ്. പുതിയ കാലത്ത് തന്നെ നമ്മൾ പല ആളുകളും ജീവിക്കുന്ന സാഹചര്യങ്ങളിൽ നോ പറയാ എന്ന് പറയുന്നത് വളരെ ടാസ്ക് ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് പല ആളുകളും കാണുന്നുണ്ടാവുക. സോ പവർ ഓഫ് സെയിങ് നോ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു കാര്യത്തിന് നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യത്തിനാണെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് സമയമില്ലാത്ത കാര്യങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ നോ പറയുന്നത് എന്താണ്? നമ്മുടെ ജീവിതം തന്നെ മാറ്റി മറിക്കാൻ സഹായിക്കുന്ന ഒന്നാണല്ലേ. അതുകൊണ്ട് തന്നെ നമ്മൾ നോ പറയേണ്ട ഇടങ്ങളിൽ നോ പറയണം. ചില കാര്യങ്ങൾ ചിലപ്പോൾ നമുക്ക് ചെയ്യാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ അത് നമുക്ക് വളരെ പ്രിയപ്പെട്ട ഒരാൾ പറഞ്ഞതല്ലേ എന്നുള്ള രീതിക്ക് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഓക്കെ, അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യാം, ഇനി ആൾ എന്ത് വിചാരിക്കും എന്നുള്ള രീതിക്ക് അക്സെപ്റ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോവുകയാണ് പലപ്പോഴും ചെയ്യാറുള്ളത്. സോ നമ്മളൊരു കാര്യത്തിൽ നോ പറയണം എന്ന് പറയുമ്പോൾ ആ ഒരു സിറ്റുവേഷന്, അല്ലെങ്കിൽ അപ്പോ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആള് വിചാരിക്കും, ഓ അവരത് ചെയ്തോളും, എനിക്കതൊന്ന് എസ്കേപ്പ് ആവാം, അല്ലെങ്കിൽ ആ കാര്യം അവർ ചെയ്യുമല്ലോ എന്നുള്ള ആ ഒരു രീതിക്ക് നിൽക്കുമ്പോൾ നമ്മളത് ചെയ്യില്ല എന്ന് പറയുമ്പോൾ അതിൽ കുറെ ഇമ്പാക്ട്സ് വരുന്നുണ്ട്. നമ്മളൊരു കാര്യത്തിന് നോ പറയണം എന്ന് തീരുമാനിക്കുമ്പോൾ തന്നെ നമ്മുടെ ലൈഫിൽ നമ്മൾ എടുക്കുന്ന ഡിസിഷന്റെ പവർ കൂടി മാറുകയാണ്. സോ നമ്മൾ നോ പറയണം എന്നുള്ളത്, അല്ലെങ്കിൽ നോ പറയാൻ പഠിക്കുക എന്നുള്ളത് ആ ഒരു സിറ്റുവേഷൻ മുതൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് കൊണ്ടുവരാൻ കഴിയും. ഇല്ലെങ്കിൽ എന്തായിരിക്കും? നമ്മുടെ ലൈഫിനെ പല ആളുകളും വർണ്ണിക്കുന്നത് കാണാം. രണ്ട് തരത്തിലാണ് ഒരു വ്യക്തിക്ക് ജീവിക്കാൻ കഴിയുക എന്നുള്ളത്. ഒന്ന് എങ്ങനെയാണ്? ഒഴുക്കിനനുസരിച്ച് പോകുന്ന ഒരു തോണി പോലെ നമുക്ക് ആ ഒരു ഫ്ലോയിൽ അങ്ങ് ജീവിച്ചു പോവാം. ഇല്ല എന്നുണ്ടെങ്കിൽ ആ ഒഴുക്കിനെ തരണം ചെയ്ത് അതിന് ഓപ്പോസിറ്റ് ആയിട്ട് ജീവിച്ച് നമുക്ക് നമ്മുടേതായ ഒരു സ്പേസ് ഉണ്ടാക്കി, ഒരു ഐഡന്റിറ്റി ഉണ്ടാക്കിയിട്ട് മുന്നോട്ട് പോവാം. ഒഴുക്കിന് എതിര് നീന്തുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒഴുക്കിനെതിരെ ഒരു തോണി പോകുക എന്ന് പറയുന്നത് കുറച്ച് ടാസ്ക് ആണല്ലേ. ഇപ്പൊ ഒരു തോണി പോകുമ്പോൾ എന്തായിരിക്കും? തുഴയേണ്ടി വരും. ഒരാൾ ഒഴുക്കിന് അഗേൻസ്റ്റ് നീന്തുകയാണെന്നുണ്ടെങ്കിൽ എഫേർട്ട് അവിടെ കൊടുക്കേണ്ടി വരും, എനർജി അവിടെ കൊടുക്കേണ്ടി വരും. മാം ഹലോ, മാമിന്റെ പ്രസന്റേഷൻ ഓൺ ആയില്ല. പ്രസന്റേഷൻ ആണ്. വാട്സപ്പിന്റെ വിൻഡോയാണ് ഓൺ ആയത്. ഫോണാണോ? അല്ല, നോ നോ. ഓക്കെ, കുഴപ്പമില്ല. സ്ക്രീൻ ഷെയർ ചെയ്യാൻ കഴിയുന്നില്ല. എനിവേ കുഴപ്പമില്ല, നമുക്ക് ഇതിലങ്ങനെ പോവാം. ഓക്കെ. ആൻഡ് ആൾസോ ഒരു നോ പറയാ എന്ന് പറയുന്നത് നമ്മുടെ സെൽഫ് ലവ് ഉണ്ടല്ലോ, സെൽഫ് ലവ് ആൾസോ സെൽഫ് ലവിലൂടെ സെൽഫ് റെസ്പെക്റ്റിന് വേണ്ടിയുള്ളത് കൂടിയാണ്. നമുക്ക് അറിയാലേ, നമുക്ക് വേണ്ട കാര്യങ്ങൾ എന്താണ്, നമുക്ക് വേണ്ടാത്ത കാര്യങ്ങൾ എന്താന്നുള്ളത് ഏറ്റവും കൂടുതൽ അറിയുന്നത് ആർക്കാണ്? നമുക്ക് തന്നെ ആയിരിക്കും അല്ലെ. മറ്റൊരാൾക്ക് നമ്മൾ എന്താണെന്നുള്ളത് ചിലപ്പോ കൂടുതൽ അറിയണമെന്നില്ല. പക്ഷെ നമ്മുടെ ആവശ്യങ്ങളും നമ്മൾ എങ്ങനെയാണ്, നമ്മുടെ നെസസറി കാര്യങ്ങൾ എന്താണെന്നുള്ളത് നമുക്കാണ് ഏറ്റവും കൂടുതൽ അറിയുന്നുണ്ടാവുക. കാര്യത്തിൽ നോ പറയുമ്പോൾ അത് നമ്മുടെ സെൽഫ് ലവിനെ കൂടിയാണ്
ഇമ്പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ നോ മനസ്സിലാവില്ല എന്നുള്ളതല്ല, സിറ്റുവേഷൻസ് കൈകാര്യം ചെയ്യാന് നമ്മൾക്ക് ഒരു ബോൾഡ്നെസ് വരണം എന്നുണ്ടെങ്കിൽ ഇത് എനിക്ക് ആവശ്യമുള്ള കാര്യമാണെന്നുള്ള ബോധ്യം നമുക്ക് വരണമെങ്കിൽ എന്ത് വേണം? നമുക്ക് നോ പറയാനും കൂടി പഠിക്കണം അല്ലേ? ഇല്ല എന്നുണ്ടെങ്കിൽ പല ആളുകളും നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് പോകും. അവരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവർക്കൊരു സിറ്റുവേഷന് മൂവ് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നിർത്തി നമ്മള് ഓക്കെ നമ്മളത് അക്സെപ്റ്റ് ചെയ്യുമല്ലോ, അവരോട് എന്ത് പറഞ്ഞാലും ഓക്കെ ആണ് എന്നുള്ള രീതിക്ക് നമ്മൾ തന്നെ ഒരു എന്താ പറയാ ഒരു സെൽഫ് റെസ്പെക്ട് ഇല്ലാതാകുന്ന രീതിക്കാണ് ഒരാൾക്ക് നോ പറയാൻ ഉള്ള അവസ്ഥ വരിക. അതായത് ടെൻഷന് കൂടി വരുന്ന ഒരു സിറ്റുവേഷൻ വരും. ഈ നോ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ചെറിയ ഒരു വേർഡല്ലേ, ഒരു രണ്ടക്ഷരമാണ്. പക്ഷെ അതെന്താണ്, ഒരു സെന്റൻസിന്റെ പവറുള്ള ഒരു ചെറിയ വേർഡാണ് നോ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മുടെ അടുത്ത് ഒരാൾ വന്നിട്ട് ഒരു കാര്യം ചോദിക്കാണ്, നിങ്ങൾ ആ കാര്യം ചെയ്യുമോ, അല്ലെങ്കിൽ നാളെ നീ ആ വർക്ക് ഒരു ഇത്ര ഹവർ ഇരുന്ന് ചെയ്യുമോ, അല്ലെങ്കിൽ പെട്ടെന്ന് നാളെ കുറച്ചുകൂടി കൂടുതൽ ഒരു വർക്കിംഗ് ഹവർ നീ എടുക്കുമോ എന്ന് ചോദിക്കുമ്പോൾ ആണെന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ ഫെർദർ ആയിട്ടുള്ള കാര്യങ്ങളില്ല, ഓക്കെ എന്നുള്ള രീതിയിലേക്ക് പോകും. അപ്പൊ നോ എന്താണ്, പലപ്പോഴും ജസ്റ്റ് വേർഡ് എന്നുള്ളതിന് ഉപരി അതൊരു സെന്റൻസ് ആണ്, ഒരു ഹിന്ദി സെന്റൻസ് ഒരു കംപ്ലീറ്റ് ആൻഡ് പവർഫുൾ സെന്റൻസ് ആണ് നോ എന്ന് പറയുന്നത്. ആൻഡ് ആൾസോ ഞാൻ ജസ്റ്റ് ഒരു എക്സ്പീരിയൻസ് പറഞ്ഞു തരാം. ഈ ഒരു റീസെന്റ് ആയിട്ട് ഇപ്പൊ ഇലക്ഷന്റെ ഒക്കെ ടൈം ആണല്ലോ. അപ്പൊ എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, പുള്ളിക്കാരിയുടെ അടുത്ത് ഇപ്പൊ അധികം നമുക്ക് ഈ ജെൻഡർ വാർഡുകൾ എന്നുള്ളതിന് പുറമെ റിസർവേഷൻ വരുന്നുണ്ട്. കുറെ ലേഡീസ് ഫോഴ്സ്ഫുള്ളി ഇലക്ഷനൊക്കെ നിൽക്കുന്ന ഒരു അവസ്ഥ. അപ്പൊ എന്റെ ഒരു ഫ്രണ്ട് എന്റെ അടുത്ത് വിളിച്ചിട്ട് ചോദിച്ചു, അവരോട് ഇങ്ങനെ അവരുടെ നാട്ടിലൊരു പാർട്ടിക്കാര് അല്ലെങ്കിൽ അവർ വിശ്വസിക്കുന്ന ഒരു പാർട്ടിക്കാര് നിൽക്കുമോ, ഇലക്ഷന് നിൽക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഞാനോട് നിങ്ങളുടെ സ്റ്റാൻഡ് എന്നുള്ളത് ചോദിച്ചു. എന്റെ ഫ്രണ്ടിനോട് കുറച്ചുകൂടി ആയിട്ടുള്ള ഒരു ലേഡിയാണ്. പുള്ളിക്കാരൻ എനിക്ക് താല്പര്യമില്ല, അപ്പൊ ആരോടെങ്കിലും എന്റെ ഒരു അവസ്ഥ പറയണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ നിങ്ങളെ വിളിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ഓക്കെ, താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ അവരോട് അത് പറയണമെന്നാണ്. ഞാൻ ഒരു പരിധി വരെയൊക്കെ അവരുടെ അടുത്ത് പറഞ്ഞു. പക്ഷെ അവര് പറയുന്നത് നിങ്ങൾ നിൽക്കുന്നതാണ് ബെറ്റർ എന്നിങ്ങനെ ചോദിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഒരു 1 വീക്കായിട്ട് അവർ നമ്മളെ ഫോഴ്സ്ഫുള്ളി പിന്നാലെ നടക്കുകയാണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു, നമ്മൾ നോ പറയേണ്ടത് നമുക്ക് കംഫർട്ട് അല്ല എന്ന് തോന്നുന്നു ഒരു സ്പേസ് ആണ്, അല്ലെങ്കിൽ ഈവൻ ഒരു ഓപ്പർച്യൂണിറ്റി ആണെങ്കിൽ പോലും എനിക്ക് അതല്ലെങ്കിൽ ഞാൻ അവിടെ നിൽക്കേണ്ട ആളല്ല, അത് എനിക്ക് പറ്റുന്ന ഒരു പോസ്റ്റ് അല്ല, എനിക്ക് പറ്റുന്ന ഒരു അവസരമല്ല എന്നുള്ള ബോധം നമുക്ക് ഉണ്ടെങ്കിൽ സോ ഡെഫിനറ്റ്ലി നോ പറയേണ്ട ഇടങ്ങളിൽ നോ പറയണം. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഓക്കെ ഞാൻ ആ ലേഡി ആണെന്നുണ്ടെങ്കിൽ അവരെ ഇലക്ഷന് നിൽക്കുക എന്നുള്ള ആ ഒരു ഇതിൽ വന്നു. പക്ഷെ എന്താണ് ഒരു കാൻഡിഡേറ്റ് ചെയ്യേണ്ടതെന്ന് അവർക്കറിയില്ല. ആഫ്റ്റർ ഇലക്ഷന് അവരെന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. അപ്പൊ ഒരാൾ അല്ലെ നമുക്ക് ചെയ്യാൻ അറിയാത്ത ഒരു കാര്യത്തിൽ നമ്മൾ എടുത്തു ചാടുമ്പോൾ അവസ്ഥ എന്തായിരിക്കും? മറ്റുള്ള ആളുകളായിരിക്കും നമ്മളെ കൺട്രോൾ ചെയ്യുന്നത്. വേറെ ഒരാളുടെ അഭിപ്രായത്തിനനുസരിച്ചിട്ട് നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ കൺട്രോൾ ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഞാൻ ആ ലേഡിയുടെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ നോ പറയാം ജസ്റ്റ്. ഇനി അവർ ആ ഒരു നോ സിമ്പിളായിട്ട് തള്ളിക്കളയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ രീതിക്കായിട്ട് അങ്ങനെ പോവാലോ. നമുക്ക് ആവശ്യമില്ലാത്തൊരു കാര്യമാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മളെയും കൊണ്ട് പറ്റാത്തൊരു കാര്യമാണെന്നുണ്ടെങ്കിൽ, മോർ ഓവർ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ നമ്മളെയും കൊണ്ട് പറ്റാത്തൊരു കാര്യം ബാക്കിയുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നതിനേക്കാളും ഏറ്റവും ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് അവിടെ നോ പറയേണ്ടതാണെന്നുണ്ടെങ്കിൽ നോ പറയാ എന്നുള്ളതാണ്. നമ്മുടെ ലൈഫിലില്ല ഇതുപോലെ ഒരുപാട് സിറ്റുവേഷൻസ് വരും. ചിലപ്പോ മുൻപ് നമ്മൾ സൂചിപ്പിച്ചല്ലോ, ചില വ്യക്തികളോടുള്ള ആ ഒരു റെസ്പെക്ട് കാരണം അല്ലെങ്കിൽ ഒരു ഇഷ്ടം കാരണം നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഓക്കെ അതിനോട് യൂസ്ഡ് ആകാം എന്നുള്ള രീതിയിലേക്ക് പോകും. ഇപ്പൊ പുതിയ കാലത്ത് പല കുട്ടികളും നോ പറയാന് എക്സ്പേർട്സ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടേതായ സ്പേസ് ഉണ്ട്. അപ്പൊ കുട്ടികളുടെ കാര്യത്തിൽ അവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളിൽ നോ പറയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി എൽഡർ ആയിട്ടുള്ള ആളുകൾ എന്താ പറയാ, ഓക്കെ എന്താ പറയാ, കുട്ടി ഭയങ്കര ഡിസ്റെസ്പെക്ട്ഫുള്ളി ആണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയല്ല കുട്ടികൾ വേണ്ടേന്ന് പറയാം. അല്ലാത്തോണ്ടായിരിക്കും ചില കുട്ടികളുണ്ടാവും അധിക പ്രസംഗങ്ങൾ, അങ്ങനത്തെ കാര്യമല്ല പറയുന്നത്. നമുക്ക് കംഫർട്ട് അല്ലാത്ത കാര്യങ്ങൾക്ക് നോ പറയുന്ന ആളുകൾ ഉണ്ടാവും. അപ്പം അതിൽ നമുക്ക് ബോൾഡ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കുന്നത്. ഇപ്പൊ നമ്മുടെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും നമ്മുടെ സുപ്പീരിയർ ആയിട്ടുള്ള ആളുകൾ, ഇല്ലെങ്കിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ നമുക്ക് ഭയങ്കര റെസ്പെക്ട് ഉള്ള ആളുകളൊക്കെ നമ്മുടെ അടുത്ത് വന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് നോർമലി ആളുകൾ ചെയ്യുന്നതാണ്. ഓക്കെ ഇനിയിപ്പോ ഞാനത് ചെയ്തിട്ടില്ലെങ്കിൽ ആ വ്യക്തിക്ക് എന്നോടുള്ള അടുപ്പം കുറഞ്ഞു പോകുമല്ലോ എന്നുള്ള രീതിക്ക് നമ്മൾ എന്താ ചെയ്യാ, നമ്മൾ റിസ്ക് എടുക്കുക എന്നുള്ള രീതിക്കാണ്. അപ്പൊ പല ആളുകൾക്കും ഉണ്ടല്ലേ, വീക്കെൻഡിൽ ആ വർക്ക് കംപ്ലീറ്റ് ചെയ്തു തരുമോ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ഫാമിലിക്ക് കൂടുതലുള്ള ടൈം വരെ സ്പോയിൽ ചെയ്തിട്ടായിരിക്കും നമ്മൾ ആ വർക്കിൽ എടുക്കുക. അപ്പൊ വർക്കിംഗ് ഡേയ്സിൽ ചെയ്യേണ്ട വർക്ക് ആയിരിക്കും. പക്ഷെ ബാക്കിയുള്ള ആളുകൾ അവർക്കത് കുറച്ചുകൂടി ഈസി ആക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളത് ചെയ്യൂ, അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ അവേഴ്സ് നമ്മളിപ്പോ 4 മണി 5 മണിക്ക് ഓഫീസിൽ നിന്ന് ഇറങ്ങുന്ന ആളാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ രാത്രി ഒരു 8 മണിക്ക് നമ്മുടെ
ഷോപ്പിൽ നിന്ന് ഇറങ്ങുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവർ അവരുടെ കറക്റ്റ് ടൈം അവിടെ യൂസ് ചെയ്ത് അവർക്ക് വേറെ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അവർ പോകുന്നുണ്ട്. നമുക്ക് അതിനോട് പറ്റുന്നില്ല. നീ ഇതൊന്ന് കോമ്പൻസേറ്റ് ചെയ്യോ എന്ന്, അല്ലെങ്കിൽ ബാക്കിയുള്ള ആളുകളുടെ ടൈമിൽ കോമ്പൻസേറ്റ് ചെയ്യോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ബാക്കിയുള്ളവരുടെ അടുത്ത് ഒരു ഇംപ്രഷൻ, അല്ലെങ്കിൽ അവര് നമ്മളെ ഇതാക്കണ്ടല്ലോ, നമ്മളോട് ഒരു മുഷിപ്പ് വേണ്ടല്ലോ എന്ന് കരുതി നമ്മളത് ചെയ്തു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും ആളുകൾ എന്തായിരിക്കും നമ്മളടുത്തേക്ക് ഇതേപോലുള്ള കാര്യങ്ങളായിട്ട് വരും അല്ലെ. ഒരു പഴഞ്ചൊല്ലുണ്ട്, നനഞ്ഞ ഇടങ്ങൾ കുഴിക്കാൻ ഈസിയാണെന്നുള്ളത്, അല്ലെങ്കിൽ ചാഞ്ഞു കിടക്കുന്ന മരത്തിലേക്ക് ഓടിക്കയറാൻ എളുപ്പമാണെന്നുള്ളത്. അതായത് നമ്മൾ നോ പറയുന്ന ഇടങ്ങളിൽ നോ പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ആളുകൾക്ക് എന്താണ്, നമ്മളെ യൂസ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ചുറ്റിലും ഉണ്ടാകുമ്പോൾ നോ പറയേണ്ട ഇടങ്ങളിൽ എന്തോ എന്തോ സംഭവിച്ചോട്ടെ എന്നുള്ള രീതിക്ക് നമുക്ക് കംഫർട്ട് അല്ല എന്നുണ്ടെങ്കിൽ നോ പറയാം. ഇപ്പൊ റീസെന്റ് ആയിട്ട് ഹൈക്കോടതി വരെ പുറപ്പെടുവിച്ച ഒരു ഇതുണ്ടായിരുന്നല്ലേ, ഇപ്പൊ വീക്കെൻഡിൽ അല്ലെങ്കിൽ ഓഫീസ് ടൈം കഴിഞ്ഞാല് ഒരു എംപ്ലോയിക്ക് ആ ഓഫീസിന്റെ ബോസിന്റെ ഫോൺ വരെ എടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത്. ഓഫീസ് ടൈം കഴിഞ്ഞാൽ പിന്നെ നമ്മളവിടെ സ്റ്റാഫ് എന്നുള്ള ലെവലിൽ നമുക്ക് അവിടെ വർക്ക് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരു നമ്മുടെ ബോസ് അല്ലെങ്കിൽ സുപ്പീരിയർ ആയിട്ടുള്ള ഒരാൾ കോൾ ചെയ്താൽ നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. വർക്കിംഗ് ഡേയ്സിൽ അല്ലെങ്കിൽ നമ്മുടെ വർക്കിംഗ് അവേഴ്സിൽ മാത്രമാണ് നമ്മളത് ഫോക്കസ് ചെയ്യേണ്ടതെന്ന് പറയും. പക്ഷെ ചില ആളുകൾ ചിലപ്പോൾ ഭയങ്കര പാവമായിരിക്കും, നോ പറയാനുള്ള ഒരു ബുദ്ധിമുട്ട് കാരണം അത് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ നമ്മുടെ ലൈഫിൽ സെൽഫ് റെസ്പെക്റ്റും സെൽഫ് കെയറും നമുക്ക് മുന്നോട്ട് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് നോ പറയേണ്ട ഇടങ്ങളിൽ, ആ ഡിസിഷൻ എടുക്കേണ്ട ഇടങ്ങളിൽ സ്ട്രോങ് ആയിട്ട് നമ്മൾ ആ ഒരു ഡിസിഷൻ എടുക്കുക എന്നുള്ളത്. അപ്പൊ നമുക്ക് നോ പറയുമ്പോ എങ്ങനെയാ വെച്ചാല് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചല്ലോ, അതായത് ഓപ്പോസിറ്റിൽ നിന്ന് നിൽക്കുന്ന ആളുകൾക്ക് എന്ത് തോന്നും എന്നുള്ള രീതിയിലാണ് പല ആളുകളും നോ പറയാൻ ധൈര്യപ്പെടാത്തത്. അപ്പൊ നമ്മളൊരു നോ പറയുമ്പോൾ നമുക്ക് പല വേർഡ്സും യൂസ് ചെയ്യാം അല്ലെ. അത് നമുക്ക് ഒന്നാമത് ചിലപ്പോൾ സമയമില്ലാത്ത അവസ്ഥ കൊണ്ടായിരിക്കും നമുക്ക് ആ ഒരു വർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റാത്തത്, അല്ലെങ്കിൽ അവർ പറഞ്ഞ കാര്യത്തിലേക്ക് ഫോക്കസ്ഡ് ആകാൻ പറ്റാത്തത്. അപ്പൊ അങ്ങനെയുള്ള അവസ്ഥകളൊക്കെ വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും എൻഗേജ്ഡ് ആണെന്നുണ്ടെങ്കിൽ ഒറ്റയടിക്ക് നോ പറയുന്നതിനേക്കാൾ എത്രയോ എളുപ്പം എന്ന് പറയുന്നത് ജസ്റ്റ് അവരോടൊരു താങ്ക് യു പറയാം, അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം നമ്മളോട് ചോദിച്ചത് നോ താങ്ക്സ് എന്നുള്ള രീതിക്ക് നമ്മൾ പറയാം. അതായത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ ഇമോഷൻസും കൂടി പരിഗണിച്ചിട്ടുള്ള രീതിയിലേക്ക് നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള വേർഡ്സ്, ഒരു ഹേർഷ് അല്ലാതെ, അല്ലെങ്കിൽ അവരോട് നമുക്ക് എന്താണ് ഒരു ദേഷ്യപ്പെടുന്ന രീതിക്ക് അല്ലാതെ നിന്ന് നമുക്ക് നോ പറയാൻ പറ്റൂല. ഈ ഒരു നോ പറയുന്നതിന്റെ ബെനിഫിറ്റുകൾ എന്തൊക്കെയാണെന്ന് അറിയോ? ഏറ്റവും നല്ല അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് മെന്റൽ പീസ് കിട്ടുന്നുള്ളതാണ്. അതായത് സൈക്കോളജിക്കൽ കുറെ ഇമ്പാക്റ്റുകൾ ഉണ്ട് എന്നുള്ളതാണ്. ചിലപ്പോൾ ചില ആളുകൾ അവർക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം ചെയ്യുമ്പോൾ അത് അവരെ മെന്റലി വളരെയധികം ഡിസ്റ്റർബ്ഡ് ആയിരിക്കും അല്ലെ. ഞാനത് ചെയ്യേണ്ടായിരുന്നു, എനിക്കത് ചെയ്യാൻ താല്പര്യമില്ലായിരുന്നു, എന്റെ ടൈം ആണല്ലോ അവിടെ വേസ്റ്റ് ചെയ്ത് എന്നുള്ള ആ ഒരു ഇതിൽ ഒരു മെന്റലി ഡിസ്റ്റർബ് ആകാനുള്ള ചാൻസ് വളരെ കൂടുതലായിരിക്കും വരിക. അപ്പോൾ നമ്മൾ എന്തായിരിക്കും നോ പറയുമ്പോൾ ഓക്കെ, ഞാൻ എനിക്ക് വേണ്ടിയാണല്ലോ ആ ഒരു ഡിസിഷൻ എടുത്തത് എന്നുള്ള ഒരു മാനസികമായിട്ടുള്ള സമാധാനം നമുക്ക് കൊണ്ടുവരാൻ കഴിയും. ഇല്ലെങ്കിൽ നമ്മളൊരു കാര്യം ചെയ്തു, അതിൽ എന്തെങ്കിലും ഇഷ്ടമില്ലാത്ത അല്ലെങ്കിൽ അറിയാത്തൊരു കാര്യം ചെയ്യുമ്പോൾ എന്തെങ്കിലും പാളിച്ചകൾ വരുമ്പോൾ അത് പല ആളുകളും ലൈഫ് ലോങ് മെന്റലി ഡിസ്റ്റർബ്ഡ് ആകാനുള്ള ഒരു റീസണിൽ വരും. പിന്നെ എന്താണെന്ന് വെച്ചാല് നമ്മൾ പലതും റിയാലിറ്റിയുടെ കൂടെ നിൽക്കുക. റിയാലിറ്റിയുടെ കൂടെ നിൽക്കുമ്പോൾ നമുക്ക് എന്താണ്, നമുക്ക് നോ പറയാനുള്ള ഒരു ധൈര്യം നമുക്ക് അവിടെ വന്നു പോകും. അപ്പൊ റിയാലിറ്റിയുടെ കൂടെ നിൽക്കാൻ നമ്മൾ ശ്രമിക്കുക. അപ്പൊ നമുക്ക് ശരിയല്ല എന്ന് തോന്നുന്നത്, അത് നമുക്ക് റൈറ്റ് അല്ല എന്ന് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ സോ നമ്മൾ അവിടെ നോ പറയാൻ ശ്രമിക്കുക. ആൻഡ് ആൾസോ എന്താ പറയാ, ഒരു എസ് ഫോളോ ചെയ്താലേ അല്ലെ, എസ് ഭയങ്കര എളുപ്പമാണ്. ഒരു കാര്യം ഇപ്പൊ എന്റെ അടുത്ത് വന്ന് ചോദിക്കാൻ, ലഭിക നീ അത് ചെയ്യുമോ എന്ന് ചോദിക്കുക, ഞാൻ ചെയ്യേണ്ട കാര്യമായിരിക്കില്ല, പക്ഷെ എനിക്കത് യെസ് എന്ന് പറയാൻ എളുപ്പമാണ് അല്ലെ. പക്ഷെ നോ എന്ന് പറയുമ്പോൾ ഒരുപാട് ആളുകൾക്ക് അവള് വലിയൊരാളാണ്, അപ്പൊ അവൾക്ക് അതിന്റെ ഒരു ജാടയാണ് നമ്മൾ പറഞ്ഞ ഈ ഒരു ചെറിയൊരു കാര്യം ചെയ്തു തരാനെന്നുള്ള ആ ഒരു തോട്ട് വരും. നമുക്ക് എന്താണോ നമ്മുടെ ശരി എന്ന് തോന്നുന്നു, നമ്മുടെ മനസ്സമാധാനത്തിന് ശരി എന്ന് തോന്നുന്നു, ഒരു കാര്യം എപ്പോഴും നമ്മൾ ഫോക്കസ്ഡ് ആവാൻ നോക്കുക. ഒരാളുടെയും ഫോഴ്സ്ഫുള്ളി ചെയ്യേണ്ടതല്ല നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പൊ നോ പറയുന്ന വേസ് എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെയൊക്കെ നോ പറയാ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് അതില് ഹോണസ്റ്റ് ആയിട്ട് പറയാം, സത്യസന്ധമായിട്ട് എന്തുകൊണ്ടാണ് എനിക്ക് നോ പറയാൻ, അല്ലെങ്കിൽ റീസൺ, അല്ലെങ്കിൽ എനിക്ക് ഈ ഒരു സംഭവം ഇഷ്ടമായില്ല എന്നുള്ള രീതിക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഹോണസ്റ്റ് ആയിട്ട് അവിടെ പറയാൻ പറ്റും. ഇല്ല എന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് അല്ലെ, അവരുടെ അടുത്ത് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് പറയാം, ഇതാണ് എന്റെ അവസ്ഥ ഇതാണ്,
അപ്പൊ നിങ്ങൾ ഇതൊന്ന് മനസ്സിലാക്കണം എന്നുള്ള രീതിക്ക് ഡയറക്റ്റ് ആയിട്ട് ഓണസ്റ്റ്ലി നമുക്ക് പറയാൻ പറ്റും. പിന്നെ നമുക്ക് എങ്ങനെ ബ്രീഫ് ആയിട്ട് അല്ലെ കുറെ എന്താണ് റീസൺ ഇത്രയേ ഉള്ളൂ. ഇവിടെ വേറെ വിശദീകരണം ഒന്നും കൊടുക്കാത്ത രീതിക്ക് നമുക്ക് നോ പറയാൻ പറ്റും. എപ്പോഴും എന്താണ് ബെറ്റർ എന്ന് പറയുന്നത് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ പറയാം. എന്റെ സിറ്റുവേഷൻ ഇതാണ്, അപ്പൊ എനിക്ക് അതിൽ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങളൊരു അവസരം തന്നതിൽ ഒരുപാട് നന്ദി. പക്ഷെ വേറെ ഒന്നും കൊണ്ടല്ല, എനിക്ക് ആ ഒരു അവസരത്തെ യൂസ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് വേറെ എൻഗേജ്മെന്റ്സ് ഉണ്ട്. നമുക്ക് എന്താ ചെയ്യുക, നമുക്ക് ഇങ്ങനെ ഒരു ഇത് വരുമ്പോ അല്ലെങ്കിൽ ഒരാളൊരു കാര്യം ചോദിക്കുമ്പോൾ നമ്മൾ സിറ്റുവേഷൻസ് നോക്കാതെ പല ആളുകളും എടുത്തു ചാടുന്നത് കണ്ടിട്ടുണ്ട്. അപ്പൊ നോ എന്ന് പറയുമ്പോൾ ശരിക്കും നമ്മൾ എന്താണ്, ബാക്കിയുള്ളവർക്ക് നമ്മൾ അധിക പ്രസംഗിയായിട്ടോ അല്ലെങ്കിൽ അവരെ നമ്മൾ പരിഗണിക്കുന്നില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിലും നമ്മൾ എടുത്തത് നമുക്ക് വേണ്ടിയിട്ടുള്ള ഒരു റൈറ്റ് ഡിസിഷൻ ആണെന്നുള്ള ബോധം നമുക്കുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ വേറൊരു കാര്യം ആലോചിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു ഏറ്റവും നല്ല വശം എന്ന് പറയുന്നത്. കാരണം എന്താണ്, നേരത്തെ ഫസ്റ്റ് നമ്മൾ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ നീഡ് എന്താണ്, നമ്മുടെ നെസസറി എന്താണ്, അല്ലെങ്കിൽ നമ്മൾ എന്താണ്, നമ്മുടെ ടൈം എന്താണ്, എഫേർട്ട് എന്താണെന്നുള്ളത് ഏറ്റവും കൂടുതൽ നമുക്കാണ് അറിയാം. ബാക്കിയുള്ളവർ നമ്മുടെ എഫേർട്ടിനെ മിസ്യൂസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അല്ലെങ്കിൽ അത് നമുക്ക് പറ്റുന്നുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അല്ല, പറ്റാത്ത ഓപ്പർച്യൂണിറ്റി ആണെന്നുള്ള റിയാലിറ്റി നമുക്ക് മനസ്സിലാകുമ്പോൾ നമ്മൾ അവിടെ ധൈര്യം സംഭരിച്ച് നോ പറഞ്ഞ് ശീലിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കണം. നമ്മുടെ മക്കളാണെന്നുണ്ടെങ്കിലും നമ്മുടെ പാർട്ട്നേഴ്സ് ആണെന്നുണ്ടെങ്കിലും നമ്മൾ എന്ത് വേണം, അവരെ കൂടി നോ പറയാ എന്നുള്ളത്, അല്ലെങ്കിൽ പറയേണ്ട ഇടങ്ങളിൽ ഒരു ബാഡ് ഇത് നമുക്ക് വരുമ്പോ അല്ലെങ്കിൽ ബാഡ് ഇൻഫ്ലുവൻസ് വരുമ്പോ, ഇല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്ക് മറ്റുള്ള ആളുകൾ നമ്മളെ പ്രേരിപ്പിക്കുമ്പോ നമ്മൾ നോ പറയാൻ ശീലിക്കണം, നോ പറയാൻ പഠിക്കണം എന്നുള്ളത് നമ്മളാണ് നമ്മുടെ ചുറ്റിലുള്ള ആളുകളിലേക്ക് എത്തിക്കേണ്ടത്. പല ആളുകൾക്കും നോ പറഞ്ഞാലുള്ള ബെനിഫിറ്റുകൾ അറിയില്ല. നോ പറഞ്ഞിട്ടില്ലെങ്കിലാണ്, അല്ലെങ്കിൽ നമ്മളൊരു കാര്യത്തിൽ എസ് പറഞ്ഞാലാണ് ബെനിഫിറ്റ് കൂടുക എന്ന് തെറ്റിദ്ധരിച്ചു പോകുന്ന ആളുകളാണ്. സോ അവിടെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ നോ പഠിക്കാൻ ശീലിക്കുന്ന ആളുകളായി മാറുകയും വേണം. ചുറ്റിലുള്ള ആളുകളെ മാറ്റിയെടുക്കാൻ നമ്മൾ പ്രാപ്തരാകുകയും വേണം. ആൻഡ് ആൾസോ നമുക്ക് നോ പറയുമ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്, ബാക്കിയുള്ള ഒരാൾക്കൊരു മുഷിപ്പ് വരാതെ ഒരു വേറെ കമ്മിറ്റ്മെന്റ് ഉണ്ട്, നമുക്ക് വേറെ എന്തെങ്കിലും പ്രോഗ്രാംസ് ഉണ്ടെങ്കിലാണ് നമ്മളവിടെ നോ പറയുന്നുണ്ടെങ്കിൽ ഓക്കെ എനിക്കിതിൽ എന്താ പറ്റില്ല, എന്നെ കൊണ്ട് പറ്റില്ല എന്നുള്ളത് നമുക്ക് പൊളൈറ്റ്ലി നമുക്ക് അവരുടെ അടുത്ത് പറയാൻ പറ്റും. അല്ലെങ്കിൽ ആ ഒരു മൊമെന്റിൽ നമുക്ക് വേറെ എന്തെങ്കിലും എൻഗേജ്മെന്റ്സ് ഉണ്ട് എങ്കിൽ അത് നമുക്ക് പറയാൻ പറ്റും. ഇല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മളത് എടുക്കുന്നത് എന്നുള്ള ആ ഒരു ഡിസിഷൻ എടുത്തത് എന്നുള്ള രീതിക്കുള്ള ഒരു തീരുമാനത്തിലേക്ക് നമ്മൾ എത്താൻ പറ്റും. കാരണം പുതിയൊരു ഒരു ജനറേഷൻ ആണെന്നുണ്ടെങ്കിലും ഒരു ഭാഗം നോ പറയാതെ പഠിച്ചു വരുന്ന ആളുകളാണെന്നുണ്ടെങ്കിലും ഒരു ഭാഗം ഇപ്പോഴും എന്താണ്, ഇൻട്രോവേർഡ്സ് അല്ലെ, സ്വയം പ്രഖ്യാപിത ഇൻട്രോവേർഡ്സ് ആയിട്ട് പോകുന്ന ഒരു ജനറേഷൻ കൂടിയാണ്. ആ ഒരു ജനറേഷൻ എന്നുള്ളതല്ല, നമ്മളും പല കാര്യങ്ങളിൽ അങ്ങനെയാണല്ലേ. എന്താ പറയാ, മാറി നിൽക്കും, സോഷ്യൽ ഇന്റലിജൻസ് ഒന്നും ഇല്ലാതെ പല കാര്യങ്ങളിൽ നിന്നും മാറി നിൽക്കുന്ന ഒരു അവസ്ഥ വരാറുണ്ട്. അങ്ങനെയുള്ള ആളുകളാണ് ഇൻട്രോവേർട്സ് ആണെന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഇൻട്രോവേർട്സ് ആയിട്ട് ശരിക്കുള്ള ആളുകളാണ് പലപ്പോഴും ബാക്കിയുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കേണ്ടല്ലോ അല്ലെങ്കിൽ ബാക്കിയുള്ളവർക്ക് ഒരു മുഷിപ്പ് വരുത്തണ്ടല്ലോ എന്ന് കരുതി പല കാര്യങ്ങളും എന്ത് ചെയ്യുന്നത്, എഫേർട്ട് എടുത്ത് ചെയ്യുന്നത് അല്ലെ. അവരുടെ റോൾ ആയിരിക്കില്ല, പക്ഷെ ആ റോള് അവർക്ക് അയ്യോ ഇത് നോ പറഞ്ഞാൽ എന്തെങ്കിലും വിചാരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും ഡീമെറിറ്റ്സ് വരുമോ എന്നുള്ള രീതിക്ക് ഫോഴ്സ്ഫുള്ളി ചെയ്യേണ്ട അവസ്ഥ വരൂലെ. അപ്പോ നമുക്ക് രണ്ട് ഓപ്ഷനാണ് ഏതൊരു കാര്യത്തിലും ഉള്ളത്. ഒന്ന് കഷ്ടപ്പെട്ട് ആ കാര്യം ചെയ്യുക, അല്ലെങ്കിൽ കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടാ എന്ന് പറയില്ല, ഇല്ലെങ്കിൽ ഇഷ്ടത്തോടെ നമുക്കത് ചെയ്യാം എന്നുള്ളത്. നിങ്ങൾ ഇഷ്ടത്തോടെ ഒരു കാര്യങ്ങളെ അപ്രോച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കറേജസ് അല്ലെങ്കിൽ നിങ്ങളുടെ ധൈര്യം കോൺഫിഡൻസ് ലെവൽ ഇൻക്രീസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ നമ്മളെ കൊണ്ട് പറ്റാത്ത കാര്യങ്ങൾ അറ്റ് ദ മൊമെന്റിൽ നോ പറഞ്ഞ് ഒഴിവാക്കുക എന്നുള്ളതാണ്. പലപ്പോഴും ഇന്നലെ ഞാനും എന്റെ ഫ്രണ്ട്സും ഇരുന്ന് നൈറ്റിൽ ഇങ്ങനെ ചാറ്റ് ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ഞങ്ങളുടെ കോളേജിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങളും ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ജസ്റ്റ് നമ്മൾ സൂചിപ്പിച്ചാണ്, ഒരു കാര്യം മറ്റൊരാളോട് പറയുമ്പോൾ നമുക്ക് പലപ്പോഴും എന്താണ് മടിയാണ്, അല്ലെങ്കിൽ ഇനി അവർക്ക് അത് ബുദ്ധിമുട്ടാവോ എന്നുള്ള രീതിക്ക് നമ്മൾ അത് എന്താണ് പറയാ തലയിൽ എടുത്തു വെക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് പോവുകയാണ്. അപ്പൊ ലൈഫിൽ നോ പറയാ എന്നുള്ളതാണ് പലപ്പോഴും ടാസ്ക് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത് അല്ലെ. യെസ് പറയാൻ സിമ്പിൾ ആണ്, ഓക്കെ ഞാനത് പറഞ്ഞു, പിന്നെന്താണ്, പിന്നെ നമ്മൾ അത് പ്രവർത്തിക്കുന്നതിലാണ് അതിന്റെ ഒരു ഇത് കിടക്കുന്നത് അല്ലെങ്കിൽ റിഫ്ലക്ഷൻ കിടക്കുന്നത്. പക്ഷെ നോ പറയുമ്പോ എങ്ങനെയാണ്, ജസ്റ്റ് ഒരു സെന്റൻസ് ആണെങ്കിൽ അത് കംപ്ലീറ്റ് സെന്റൻസ് ആണ്, അവിടെ തീർന്നു. ഓക്കെ നമ്മുടെ സ്റ്റാൻഡാണ്, നമ്മുടെ ബോൾഡ് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡിലേക്ക് വരികയാണ്. അപ്പൊ എപ്പോഴും നമുക്ക് നമ്മൾ വാല്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ വാല്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ
നോ പറഞ്ഞ് ശീലിക്കുക. അതൊരിക്കലും മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ട് ആക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടോ അനിഷ്ടം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടോ ഒന്നുമല്ല. നമ്മൾ നമ്മളെ വാല്യൂ ചെയ്യുന്നുണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ റിസൾട്ട് ആണ് നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യത്തിൽ നോ പറയുക എന്നുള്ളത്. അതിന് നമുക്ക് പേഴ്സണലി ചിലപ്പോ ബാക്കിയുള്ള ആളുകളൊക്കെ ഇവരുടെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയായിരിക്കാം. പക്ഷെ നമ്മൾ പറയേണ്ട ഇടങ്ങളിൽ പറയുമ്പോൾ അതിനും അതിൻ്റെതായ ബെനിഫിറ്റ്സ് ഉണ്ട്. നമുക്ക് എപ്പോഴും തലയെടുപ്പോട് കൂടി ബോൾഡ് ആയിട്ട് കോൺഫിഡൻസോട് കൂടി ഒരു കാര്യം മുന്നോട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ എപ്പോഴും അതിന്റെ ഏറ്റവും നല്ലൊരു വശം എന്ന് പറയുന്നത് നമ്മൾ വില്ലിങ്നെസ്സോട് കൂടി മെന്റലി നമ്മൾ പ്രിപ്പയർഡ് ആയിട്ട് ഒരു കാര്യം ഏറ്റെടുക്കുമ്പോഴാണ്. അവിടെ നോ പറയേണ്ടതാണെന്നുണ്ടെങ്കിൽ നോ പറഞ്ഞിട്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. നമ്മുടെ ലൈഫ് അച്ചീവ്മെന്റിനും നമ്മുടെ ലൈഫിൽ ഒരു ചേഞ്ചിനും എപ്പോഴും എന്താണ് ഒരു മടിയും ഇല്ലാതെ ഒരു ഗിൽറ്റി മൈൻഡ് ഇല്ലാതെ നോ പറയേണ്ട കാര്യങ്ങൾ നോ പറയുക എന്നുള്ളതാണ്. ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു എസ് കൊണ്ട് ചിലപ്പോൾ അല്ലെങ്കിൽ ഒരു നോ പറയാൻ നമ്മൾ മടിച്ചു എന്നുള്ളത് കൊണ്ട് അതുകൊണ്ട് വരുന്ന ആഫ്റ്റർ എഫക്റ്റുകൾ ചിലപ്പോൾ വലുതായിരിക്കും. അങ്ങനെയുള്ള ആഫ്റ്റർ എഫക്റ്റുകൾ വരാതെ ചിലപ്പോൾ ആ ഒരു മൊമെന്റിലുള്ള ഒരു ദേഷ്യം മറ്റൊരാൾക്ക് നമ്മുടെ അടുത്ത് തോന്നിയാൽ പോലും അതിന്റെ ശരി എന്താണെന്നുള്ളത് നമ്മൾ അവിടെ പ്രൂവ് ചെയ്ത് കൊടുത്താൽ അത് അവിടെ സോൾവ് ആവുമായിരിക്കും. പക്ഷെ നമ്മളെ കൊണ്ട് പറ്റാത്തൊരു കാര്യത്തിൽ നമ്മൾ എഫേർട്ട് എടുത്ത് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അതെങ്കിൽ അതൊരു ഇടയിൽ വെച്ച് ഫ്ലോപ്പ് ആയാൽ അതിന്റെ കോൺസിക്വൻസസ് വലുതായിരിക്കും. സോ എപ്പോഴും എന്ത് ചെയ്യുക, നോ പറയേണ്ട ഇടങ്ങളിൽ നോ പറയാൻ പഠിച്ചു മുന്നോട്ട് പോകുമ്പോൾ അവിടെ വരുന്ന ഗ്രോത്തുകൾ നമുക്ക് ഐഡന്റിഫൈ ചെയ്ത് എപ്പോഴും നമ്മുടേതായ വാല്യൂ നമ്മുടെ ചുറ്റിലുള്ള ആളുകളിൽ കീപ്പ് ചെയ്യാൻ നോക്കുക. ആൻഡ് ആൾസോ നോ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു നെഗറ്റീവ് വേർഡ് അല്ല. ഇറ്റ്സ് ഹാവ് എ പോസിറ്റീവ് എഫക്റ്റ് എന്നുള്ള ബോധത്തിലൂടെ നമ്മൾ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. ആൻഡ് ആൾസോ ഞാൻ ഈ ഒരു ഇത് വൈൻഡപ്പ് ചെയ്യാണ്. ഞാൻ ഫസ്റ്റ് എന്നെ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല. സോ സെഷൻ കഴിഞ്ഞിട്ട് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നെ. എന്റെ പേര് ലബീബ മുഹമ്മദ് എന്നാണ്. ഞാൻ വരുന്നത് നമ്മുടെ മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണയിലാണ്. കറന്റ്ലി ഞാൻ LLB സ്റ്റുഡന്റ് ആണ്. ഫൈനൽ ഇയർ LLB ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ മുൻപ് MSW ചെയ്തിട്ടുണ്ടായിരുന്നു, കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ്. ഇതാണ് എന്റെ ചെറിയൊരു ബയോഡാറ്റ എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഇത് റിഗാർഡിംഗ് ആയിട്ട് ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാം. വളരെ ചെറിയൊരു മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു രീതിക്കാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. നോ പറയാ എന്ന് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് ഒരു വലിയ കാര്യമാണ്, അല്ലെങ്കിൽ ഒരു കുറച്ചുകൂടി ഡെപ്ത് കൂടിയ കാര്യമാണ്. അതിനെ മാക്സിമം ഈ ഒരു ടൈമിന്റെ ഉള്ളിൽ എങ്ങനെ ചുരുക്കാം ആ ഒരു രീതിയിലേക്ക് ചുരുക്കിയിട്ടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ എനിവേ താങ്ക് യു. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. Okay. Thank you, Lebima ma'am. Thank you so much. So, feedback session ആണ്. നിങ്ങളുടെ ടൈം ആണ്. നോ പറയാൻ ആണ് മാം പഠിപ്പിച്ചിട്ടുള്ളത് എങ്ങനെയാണ് നോ പറയേണ്ടത് എന്നുള്ളത്. സോ എന്താണ് നിങ്ങളുടെ ഒരു ഫീഡ്ബാക്ക് ഈ ഒരു സെഷനെ കുറിച്ചിട്ട്? ആ ഒരു സിറ്റുവേഷനൊക്കെ ഒരുപാട് തരണം ചെയ്ത് വന്നതായിരിക്കും അല്ലേ? നമ്മൾ ഓരോരുത്തരും അങ്ങനെ വന്നിട്ടുള്ളതാണ്. അപ്പോൾ അതിന്റെ ഒരു അങ്ങനെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു കാര്യം വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ പറയാം കേട്ടോ. യെസ്, സ്റ്റാർട്ടിങ് ട്രബിൾ ആയിരിക്കും. അപ്പം ആരാ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നേ? ലബീബ മാം. മാജിക് മോർണിംഗ്. പറഞ്ഞോളൂ. മാജിക് മോർണിംഗ്. വളരെ നല്ലൊരു ടോപ്പിക്. ഇന്നത്തെ കാലഘട്ടത്തിൽ കേൾക്കാൻ പറ്റിയ ഒരു കാര്യം തന്നെയാണ് നോ പറയുന്നത്. ഇപ്പൊ നമ്മുടെയൊക്കെ ഈ ചെറു പ്രായത്തില് നമ്മൾ കേട്ട് വളർന്നിട്ടുള്ള ആ ഒരു കാര്യം അതാണ്. ഇപ്പൊ ശരിക്കും പറഞ്ഞ ബി മാജിക്കിൽ വന്നതിന് ശേഷമാണ് നോ പറയാൻ പഠിച്ചത് കേട്ടോ. അതില് മുന്നേ നമുക്ക് എന്താ വെച്ചാൽ നമ്മൾ വളർന്നു വന്നത് നമ്മുടെ പാരന്റ്സ് നമുക്ക് പറഞ്ഞു തന്നതും അയ്യോ അവര് വയസ്സിന് മൂത്ത ആളുകളാണ്, അവര് നമുക്ക് അങ്ങനെ അത്ര ഉപകാരം ചെയ്തിട്ടുണ്ട്, അവരോട് അങ്ങനെ പറയാൻ പാടില്ല, ആ ഒരു ഇതാണ് നമ്മൾ ആ ഒരു ജനറേഷനിൽ അങ്ങനെ കേട്ടിട്ടാണ് വളർന്നിരിക്കുന്നത്. പക്ഷെ ഇപ്പോഴത്തെ ഒരു കാര്യം കൊണ്ട്, അതായത് ഇപ്പോഴത്തെ ഈ ജനറേഷൻ, ഇപ്പൊ കുട്ടികൾ, ഇപ്പൊ എന്റെ മോളാണെന്നുണ്ടെങ്കിൽ നഴ്സിംഗിന് പഠിക്കണം. അപ്പൊ അവരുടെ ആ ഒരു കാലഘട്ടത്തിൽ ഇപ്പൊ ഉള്ള കുട്ടികൾക്ക് കറക്റ്റ് ആയിട്ട് അത് ഡിസിഷൻ എടുക്കാനും അല്ലെങ്കിൽ നോ പറയേണ്ട ഭാഗത്ത് നോ പറയാനും അവർ പഠിച്ചു കഴിഞ്ഞു. ചില സമയത്ത് അവർ പറയുമ്പോൾ, മക്കൾ പറയുമ്പോൾ ഞാൻ അതിശയിച്ച് നിന്നുണ്ട്. പക്ഷേ നമ്മുടെ പ്രായത്തിലൊന്നും അങ്ങനെ പറയാൻ പറ്റിയിട്ടില്ല നമുക്ക്. ഇപ്പൊ അവരുടെ കരിയർ അവർ തെരഞ്ഞെടുക്കുകയാണെന്നുണ്ടെങ്കിലും എല്ലാ കാര്യങ്ങളിലും അവർക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ, അവരുടെ അത്രയും
അവർ വളർന്നു. ഇപ്പോഴത്തെ ആ ഒരു ജനറേഷന്റെ ഒരു പ്രത്യേകതയാണ് അത്. അപ്പോൾ എന്തായാലും നമ്മൾ നോ പറയേണ്ട ഭാഗത്ത് പറഞ്ഞേ പറ്റൂ. നമുക്ക് മറ്റുള്ള ആളുകളോടൊക്കെ എന്ത് തോന്നിയിട്ട് കാര്യമില്ല. എന്തായാലും വളരെ നല്ലൊരു ടോപ്പിക്കാണ് മാം. ഇപ്പോഴത്തെ കുട്ടികൾക്ക് കേൾക്കാൻ പറ്റിയിട്ടുള്ള ഒരു ക്ലാസ് തന്നെ വളരെയധികം ഇഷ്ടപ്പെട്ടു. താങ്ക് യു മാമിന്റെ. വേറെ ഇനിയും ക്ലാസ് ഇതുപോലുള്ള പോസിറ്റീവ് മൈൻഡിന്റെ കുറെ ക്ലാസ്സുകൾ ഇനിയും പ്രതീക്ഷിക്കും. താങ്ക് യു മാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഓക്കെ, താങ്ക് യു പ്രീത മാം. താങ്ക് യു സോ മച്ച്. അടുത്ത ആൾക്ക് പറയാം. ഓൾറെഡി നമുക്ക് മെമ്പേഴ്സ് കുറവാണ്. അപ്പൊ ജോയിൻ ചെയ്തവരെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു ക്ലാസ് നന്നായിരുന്നു എന്നുള്ള ഇതെങ്കിലും ഒന്ന് പറഞ്ഞാൽ നന്നാവും. എന്താരും ഒന്നും മിണ്ടാത്തേ? ഞാൻ പേര് വിളിക്കണോ? ഓക്കെ, ഷൈനി മാം. പറയായിരുന്നു. നല്ലൊരു ക്ലാസ് ആയിരുന്നു. ഞാൻ പിന്നെ വേറെ ആരെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ തന്നെ ആയിരിക്കും. നല്ലൊരു ക്ലാസ് ആയിരുന്നു മാം. ഞാൻ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്ന ഒരു കാര്യം ഇത് തന്നെയാണ്, ഈ നോ പറയാനുള്ള ഒരു ബുദ്ധിമുട്ടാണ്. ഏറ്റവും കൂടുതൽ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും മിക്കവാറും അത് കൊടുത്താൽ പിന്നെ അതിന്റെ പിറകെ പോകാൻ പറ്റില്ലായിരിക്കും. പക്ഷെ അപ്പോഴൊക്കെ ഒന്ന് ആലോചിക്കും, ഒരു നോ പറയാൻ കഴിഞ്ഞിരുന്നെങ്കിലെന്ന്. പിന്നീട് ആലോചിക്കും, ഒരു നോയിൽ തീർത്തിരുന്നെങ്കിൽ ഈ ബുദ്ധിമുട്ടില്ലായിരുന്നല്ലോ എന്ന് പിന്നെ ആലോചിക്കാറുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ക്ലാസ് പോലെയാണ് ഇത് തോന്നിയത്. നല്ലൊരു ക്ലാസ് ആയിരുന്നു കേട്ടോ മാം, നല്ലൊരു ക്ലാസ്. താങ്ക് യു. ഇനിയും വരണം കേട്ടോ. താങ്ക് യു മാം. ഓക്കെ ഷൈനി മാം, താങ്ക് യു. മണി സർ. മാജിക് മോർണിംഗ് മാം. നല്ലൊരു ക്ലാസ് ആയിരുന്നു, നല്ല പ്രസന്റേഷൻ ആയിരുന്നു. അപ്പോൾ നല്ലൊരു ടോപ്പിക്കും. അപ്പോൾ നമ്മൾ ഈ പവർ ഓഫ് നോ എന്നുള്ളത് വളരെ ലളിതമായി തന്നെ വളരെ നല്ല ഉദാഹരണങ്ങളോട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ ചില സാഹചര്യങ്ങളിൽ നോ പറയേണ്ടി വരും. അന്നേരം നോ പറഞ്ഞില്ലെങ്കിൽ വളരെയേറെ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും നമ്മൾ സഹിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ആ ഒരു ശക്തി നമ്മളെ സെൽഫ് റെസ്പെക്റ്റും സെൽഫ് ലവും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അത് നമ്മൾ അറിയാൻ വേണ്ടിയിട്ടെങ്കിലും നമ്മൾ ചില സ്ഥലത്ത് നമുക്ക് ആവശ്യമില്ലാത്തത് നമുക്ക് ദോഷം ചെയ്യുന്ന സ്ഥലത്തൊക്കെ നോ പറയാൻ ശീലിക്കണം എന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ മനസ്സിലായത്. അപ്പം ഈ നോ എന്നത് ഒരു കംപ്ലീറ്റ് സെന്റൻസ് ആണെന്നും അതൊരു നെഗറ്റീവ് വേർഡല്ല പോസിറ്റീവ് വേർഡാണെന്നും ഞാൻ പറഞ്ഞു. വളരെ നല്ല ഒരു പ്രസന്റേഷൻ ആണ് ഉണ്ടായത്. സംഗതിയൊക്കെ മനസ്സിലായിട്ടുണ്ട്. നല്ല ഉപകാരപ്പെട്ട ഒരു ക്ലാസ് ആയിരുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു മണി സർ. താങ്ക് യു സോ മച്ച്. കീർത്തന. കീർത്തന കേൾക്കുന്നുണ്ടോ? ഓക്കെ, മുസ്തഫ സർ. മാജിക് മോർണിംഗ്. നല്ലൊരു ക്ലാസ്. ഇന്നിപ്പോ ക്ലാസ് കേട്ടപ്പോൾ നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം നമ്മൾ പൊതുവെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഏറ്റെടുത്തിട്ട് അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ പറ്റുന്ന കാര്യങ്ങളെ ഏറ്റെടുത്തിട്ട് പറ്റാത്ത നോ പറയേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. അപ്പോൾ നമ്മൾ നോ പറയാൻ തന്നെ വേണം. അപ്പൊ ഈ ക്ലാസ് നല്ലൊരു ടോപ്പിക് ആയിരുന്നു. ഇനിയും ഇതുപോലെ നല്ല ക്ലാസ് പ്രതീക്ഷിക്കുന്നു. നന്നായിട്ടുണ്ട് കേട്ടോ പ്രസന്റേഷൻ. ഓക്കെ, താങ്ക് യു. ഗുഡ് മോർണിംഗ്. ഓക്കെ. മാം പറഞ്ഞതുപോലെ ഞാനും ചില കാര്യങ്ങളിൽ നോ പറയാത്തൊരു വ്യക്തിയാണ്. അപ്പോൾ ഈ ക്ലാസ് കേട്ടപ്പോൾ എനിക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലായി. ചില സ്ഥലങ്ങളിൽ ഞാൻ നോ പറയാൻ മടിക്കാറുണ്ട്. താങ്ക് യു മാം. ഓക്കെ, താങ്ക് യു മുസ്തഫ സർ. താങ്ക് യു കീർത്തന. ഷീജ മാം അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. ഷീജ മാം. ഗുഡ് മോർണിംഗ് മാം. നല്ലൊരു ക്ലാസ് ആയിരുന്നു ശരിക്കും. എനിക്കൊക്കെ എൻ്റെ ഒക്കെ ഒന്ന് കണ്ണു തുറപ്പിച്ചൊക്കെ ഒരു ക്ലാസ് ആയിട്ട് എനിക്ക് തോന്നി. എനിക്കും ഈ പറഞ്ഞ പോലെ നോ എന്ന് പറയാനൊക്കെ ഒരു മടിയുള്ള ആളെന്നായിരുന്നു. അത് ഈ പ്രീത മാം ഒക്കെ പറഞ്ഞ പോലെ നമ്മൾ ആ കാലഘട്ടത്തിൽ
ജനിച്ച് വലിയ ആൾക്കാർ അങ്ങനെ പ്രായമുള്ളവര് അങ്ങനെ പറയാൻ പാടില്ല. അപ്പൊ ആ ഒരു ഇതിലിങ്ങനെ എന്താ വേണ്ടതെന്നുള്ളൊരു ഇത് പെട്ടെന്ന് നോ പറയാനേ തോന്നുള്ളൂ. ഇപ്പൊ മാം നേരത്തെ പറഞ്ഞു നമുക്കൊരു വാല്യൂ തരുന്ന ഒരു വേർഡാണ്, അല്ല നമുക്ക് നമ്മളുടെ ഒരു റെസ്പെക്ട് അല്ല എന്താ പറയാ വാല്യൂ തരുന്ന ഒരു ഇതാണ് നോ എന്ന് പറയാന്നുള്ളത്. അതൊരു സത്യമായ കാര്യം. എനിക്ക് പല പ്രാവശ്യം തോന്നിയിട്ടുണ്ട്. നോ എന്ന് പറയേണ്ടടുത്ത് പറയാത്ത സമയത്ത് ഞാൻ ഒരുപാട് അതിന്റെ പേരിൽ കുറെ ടെൻഷൻ അടിച്ചിട്ടുണ്ട്. അങ്ങനെ ഇപ്പൊ ഇന്ന് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കി. നന്നായിരുന്നു മാം, നല്ല ക്ലാസ് ആയിരുന്നു. എനിക്ക് വളരെ ഉപകാരപ്പെട്ടു. താങ്ക് യു മാം. താങ്ക് യു ഷിജ മാം. ഓക്കെ, താങ്ക് യു ഷീജ മാം, താങ്ക് യു സോ മച്ച്. അപ്പം ഇനി വിളിക്കാത്ത ആളുകളും ഉണ്ട്. ഫീഡ്ബാക്ക് പറയാൻ റെഡി ആയിട്ടുണ്ടെങ്കിൽ മുന്നോട്ട് വരാം, ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ടൈം ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോ എന്താ വേണ്ടത്? ഇനി ആരെങ്കിലും ഫീഡ്ബാക്ക് പറയാൻ വരുന്നുണ്ടോ? മുന്നോട്ട് വരുന്നുണ്ടോ? റെഡി ആയവരുണ്ടോ? ഇല്ല. ഓക്കെ, അപ്പൊ എന്നാ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാലോ അല്ലെ ലബീബ മാം? ഓക്കെ, അപ്പം ഇന്നത്തെ ഒരു നമ്മുടെ വിമാജിക്കിന് വേണ്ടി നല്ലൊരു സെഷൻ എടുത്തിട്ടുള്ള ലബീബ മാമിനും അതുപോലെ തന്നെ ഇതിൽ പങ്കെടുത്ത എല്ലാ മെമ്പേഴ്സിനും താങ്ക് യു സോ മച്ച് മാം. ഇനിയും ഇങ്ങനത്തെ ക്ലാസ്സുകൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം എനിവേ എല്ലാവർക്കും ലീവ് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു ഓൾ, ഹാവ് എ നൈസ് ഡേ, ബൈ. താങ്ക് യു. താങ്ക് യു Thank you, Latifa ma'am. Thank you. താങ്ക് യു എവ്രിവൺ. താങ്ക് യു.